വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം അന്വേഷിക്കുകയും വരുത്തുകയും ചെയ്താൽ അപ്പോൾ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറുവാനാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത്. അതല്ലാണ്ട് പലരുടെയും ധാരണ സ്വയംവരാർച്ചന എന്നൊക്കെ പറഞ്ഞാൽ വിവാഹം നടക്കാൻ വേണ്ട വഴിപാടെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കാരണം സ്വയംവര മന്ത്രം ഒരു ആകർഷണ മന്ത്രമാണ്. ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ പുരുഷനെയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം ഒരു ആകർഷണം തോന്നാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. വിവാഹ തടസ്സം കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുകയും അതിലുപരി വിവാഹം എന്നുള്ള സബ്ജക്റ്റ് വളരെ നന്നായിട്ട് സംസാരിക്കുകയും അതിനെക്കുറിച്ച് എന്താ പറയുക ജ്യോതിഷപരമായി പല രീതിയിലുള്ള റിസർച്ച് നടത്തുകയും ചെയ്തിട്ടുള്ള ഹരിലാൽ സാർ തിരുവല്ല സാർ EBSലേക്ക് സ്വാഗതം. നമസ്തേ സാർ. ഈ വിവാഹ തടസ്സം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വിവാഹ തടസ്സം ഉണ്ടാകുന്നത് ശരിക്കും അത് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ ഒക്കില്ല. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം പുരുഷന്മാർക്കാണ്. സ്ത്രീകൾക്ക് പൊതുവിൽ അത്തരം ഒരു പ്രശ്നം അധികം ബാധിക്കുന്നില്ല. കാരണം സ്ത്രീകൾ എവിടെയുണ്ടെന്ന് നോക്കി നടക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ പുരുഷന്മാർക്ക് അതിഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വിവാഹ തടസ്സമുണ്ട്. എന്നെ സമീപിക്കുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഈ പുരുഷന്മാരുടെ വിവാഹ തടസ്സത്തിന് പരിഹാരം തേടി വരുന്നവരാണ്. ഈ വരുന്നവരധികവും വളരെയധികം ചെലവ് ചെയ്ത് പല പൂജകളും പരിഹാരങ്ങളും ഒക്കെ നടത്തിയിട്ടും പ്രയോജനമില്ലാതെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഇതിനെ ജ്യോതിഷപരമായി അല്ലാതെ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മുൻപത്തെ കാലത്തേക്കാൾ ഇപ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു സാഹചര്യങ്ങൾ മാറിയ സമയത്ത് പഴയ കാലത്ത് ഈ സ്ത്രീകൾക്ക് ഒരു 10 വയസ്സൊക്കെ ഡിഫറൻസ് പ്രശ്നമില്ലായിരുന്നു. ഭർത്താവാകാൻ പോകുന്ന പുരുഷന് ഒരു 10 വയസ്സൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും 10ഉം 15ഉം വയസ്സ് വ്യത്യാസമുള്ളത് ഒരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ പരമാവധി 1 വയസ്സ് വ്യത്യാസം. അത് നിവൃത്തിയുണ്ടെങ്കിൽ സമപ്രായക്കാരാണെങ്കിൽ ഏറ്റവും ഉത്തമം. കാരണം ഈ വാടാ പോടാ ഒരു സ്റ്റൈലാണ് ഇഷ്ടം. അപ്പോൾ അത് 29 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് 30 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു പുരുഷനെ വേണ്ടാന്നൊരവസ്ഥയുണ്ട്. അതേപോലെ തന്നെയാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടുതലുണ്ട് ആൺകുട്ടികളെക്കാട്ടിൽ. അപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ഒരു ഡിപ്ലോമക്കാരനെ സ്വീകരിക്കാൻ മടിക്കുന്നു. ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് ഈ വിവാഹത്തിന് പുരുഷന്മാർക്ക് തടസ്സമുണ്ട്. അപ്പം നമ്മൾ പുരുഷന്മാർ പൊതുവിൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞായിരിക്കും വിവാഹത്തെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്നത്. അതിനു മുമ്പ് അവർ കുറച്ച് പണം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കും. അപ്പോൾ 30 വയസ്സാകുമ്പോൾ ശരിക്കും അവർക്ക് ആ വിവാഹത്തിൻ്റെ ഒരു ഇത് കഴിഞ്ഞു. അപ്പോൾ 30 വയസ്സിൽ കൂടുതലായാൽ ഇന്ന് പൊതുവിൽ പുരുഷന്മാർക്ക് വിവാഹത്തിന് തടസ്സം തന്നെയാണ്. അത് ജ്യോതിഷത്തിൽ കൂടിയുള്ളതല്ല, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളാണ്. കാരണം പെൺകുട്ടികൾ പൊതുവിൽ എണ്ണത്തിൽ കുറവുമാണ്, ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടി എണ്ണത്തിൽ കുറവുമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം നിരവധി, അതായത് എൻ്റെ അറിവിൽ നല്ല ചേർന്ന ഒരു പൊരുത്തമൊക്കെ നോക്കിയിട്ട് വിവാഹം നിശ്ചയത്തിലേക്കാകുന്ന ഘട്ടം എത്തിയ സമയത്ത് ആ വിവാഹം മാറിപ്പോകുന്നു. അപ്പോൾ എന്താ കാരണം അവർ പറഞ്ഞു, അത് ജ്യോത്സ്യം പറഞ്ഞു ജാതക ചേർച്ച ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ശരിക്കും അതല്ല കാരണം അന്ന് വന്ന ഒരാലോചന ഗൾഫിൽ ജോലിയുടെ ഒരു പയ്യൻ്റെ ആയിരുന്നു. അവർക്കൊരു സർക്കാർ എംപ്ലോയിയുടെ വേറൊരു പ്രപ്പോസൽ വന്നു. അപ്പോൾ ആ ആദ്യത്തെ ആളിൽ നിന്ന് പിന്മാറിയിട്ട് ഇതങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിന് പറഞ്ഞ കാരണം ജ്യോതിഷത്തെയാണ്, ജാതകത്തിൽ ചേർച്ചയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തിനും ജാതകത്തിൽ ചേർച്ചയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. ഇതാണ് ഒരു പ്രധാന പ്രശ്നം. പിന്നെ വിവാഹ തടസ്സം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിവാഹത്തിന് തടസ്സങ്ങൾ സംഭവിക്കാൻ ജാതകത്തിൽ, പക്ഷേ അതൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് നിശ്ചയമായിട്ടും മാറ്റുവാൻ സാധിക്കും. പരിഹാരങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് പോലെ ലക്ഷക്കണക്കിന് രൂപ ചിലവ് ചെയ്ത് പരിഹാരം ചെയ്തവരുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജാതകം ചിന്തിച്ച് അതേപോലെ തന്നെ നമ്മുടെ ദശാപഹാരങ്ങൾ കണക്കാക്കിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും വിവാഹത്തിൽ 7ാം ഭാവം കൊണ്ടും 8ാം ഭാവം കൊണ്ടും വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത്. അവിടെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ആ ദോഷങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതിൻ്റെ ദശാപഹാര സമയങ്ങളിലാണ്. അപ്പം ആ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഗ്രഹദേവതയ്ക്ക് ആ ദോഷങ്ങൾ മാറ്റുവാനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മതി. ഈ പരിഹാരമെന്ന് പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ്. കാരണം ഇത് കലികാലമാണ്. കലികാലത്തിൽ ഏറ്റവും വലിയ പരിഹാരം നാമജപമാണ്. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ ഒരു സ്വയംവര അർച്ചന നടത്തുന്നു വിവാഹത്തിന് വേണ്ടിയിട്ട്.
ഇന്നത്തെ ക്ഷേത്രത്തിലെ അവസ്ഥയിൽ ഒരു പൂജാരിക്കും ഒരർച്ചന പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഒരു സ്വയംവരാർച്ചന നല്ലവണ്ണം ജപിച്ച് ചെയ്യണമെങ്കിൽ കുറഞ്ഞൊരു 5 മിനിറ്റെങ്കിലും വേണം. അപ്പോൾ 5 മിനിറ്റ് എടുത്തൊരർച്ചന ചെയ്യാൻ പൂജാരിക്ക്, കാരണം അദ്ദേഹത്തിന് ധാരാളം ജോലികളുണ്ട്. വരുന്ന ഭക്തർക്ക് പ്രസാദം കൊടുക്കണം, തിടപ്പള്ളിയിൽ നിവേദ്യം നോക്കണം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാണ്. അല്പം ജപിച്ചിട്ട് കൊടുക്കും, ഫലം കിട്ടില്ല. അതേസമയം ആ ശുദ്ധികളൊക്കെ പാലിച്ചിട്ട് നമ്മൾ സ്വയം ഇത് ചെയ്താൽ തീർച്ചയായിട്ടും വലിയ ഗുണങ്ങളുണ്ടാകും. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഏത് ഗ്രഹമാണ് ദോഷമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ശരിക്കും ഒരു ഗ്രഹം ദോഷം നമുക്ക് ചെയ്യുന്നില്ല. ഗ്രഹങ്ങൾ നമുക്ക് ഗുണം ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഗ്രഹം ഗുണം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട ഗുണം ലഭിക്കുന്നില്ല. വിവാഹത്തെ സംബന്ധിച്ചും ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചും ശുക്രനാണ് ദാമ്പത്യകാരകൻ. ആ ശുക്രന് ജാതകത്തിൽ വളരെ ബലഹീനനാണ്. അപ്പം ബലഹീനത എന്ന് പറഞ്ഞാൽ ഒരു നല്ല വ്യക്തി ഒരാൾക്ക് കുറേ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ആഹാരം വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ വ്യക്തി നല്ല വ്യക്തിയാണ്. ഇദ്ദേഹത്തിനൊരു അപകടം പറ്റിയിട്ട് ആഹാരം മുടങ്ങിപ്പോയാൽ അവരെ സംബന്ധിച്ച് ഇദ്ദേഹം ദോഷകാരിയായിട്ട് മാറും. യഥാർത്ഥ അദ്ദേഹം ദോഷമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ ഒരു ഗുണം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ഇതേപോലെ നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾക്കും ചിലപ്പോൾ ഗുണം ചെയ്യാനുള്ള കഴിവുകൾ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന സമയത്ത് അതിൽ കൂടി നമുക്ക് ലഭിക്കേണ്ട ഗുണങ്ങൾ ലഭിക്കാതെ വരുന്നതാണ് ദോഷമെന്ന് പറയുന്നത്. ആ ദോഷത്തിന് നമ്മൾ പരിഹാരം ചെയ്താൽ മതി. അപ്പോൾ ശുക്രനെ ആണ് ദാമ്പത്യകാരകൻ. ശുക്രൻ ദോഷസ്വഭാവത്തിലാണെങ്കിൽ ശുക്രൻ നിൽക്കുന്ന രാശി അനുസരിച്ച് അത് ഏത് ഗ്രഹദേവതയാണോ ആ ദേവതയെ ഉപാസിക്കുക, ആ ദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുക. ജപിക്കാൻ സാധിക്കാത്തവർക്ക് മറ്റു വഴിപാടുകൾ നടത്താൻ സാധിക്കും. അങ്ങനെ തീർച്ചയായിട്ടും വിവാഹ തടസ്സങ്ങളും മാറ്റുവാൻ സാധിക്കും. എന്നാൽ പലരും ചെയ്യുന്നത് ഈ വിവാഹ തടസ്സം മാറുവാൻ വേണ്ട വഴിപാടുകൾ ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതൊരിക്കലും ശരിയല്ല. കാരണം താൻ പാതി ദൈവം പാതി എന്നാണ്. വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം അന്വേഷിക്കുകയും പ്രപ്പോസ് വരുത്തുകയും ചെയ്താൽ അപ്പോൾ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറുവാനാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത്. അതല്ലാണ്ട് പലരുടെയും ധാരണ സ്വയംവരാർച്ചന എന്നൊക്കെ പറഞ്ഞാൽ വിവാഹം നടക്കാൻ വേണ്ട വഴിപാടെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കാരണം സ്വയംവര മന്ത്രം ഒരു ആകർഷണ മന്ത്രമാണ്. ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ പുരുഷനെയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം ഒരു ആകർഷണം തോന്നാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. അതാണ് സ്വയംവര അർച്ചന എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്വയംവരാർച്ചന സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, എല്ലാ അമ്പലങ്ങളിലും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫലം വരിക? ഫലം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഫലം വരില്ലെന്നുള്ള സത്യമാണ്. അതായത് ശരിയായ രീതിയിൽ ആ പേരും നാളും ഒക്കെ പറഞ്ഞ് ജപിച്ച് ഇത് കഴിക്കണമെങ്കിൽ നല്ല സമയമെടുക്കും. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ ആ പൂജാരിക്ക് ഒരിക്കലും സാധിക്കില്ല. അത് നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു സിസ്റ്റം കൊണ്ടാണ്. കാരണം ചെറിയ ക്ഷേത്രങ്ങളിൽ ഒരു പൂജാരിയെ കാണുകയുള്ളൂ. അദ്ദേഹത്തിന് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ സ്വയംവരാർച്ചന പ്രളയമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആരെയും അതൃപ്തിപ്പെടുത്താൻ പറ്റില്ല. എല്ലാവർക്കും ഒരു ഇലയിൽ കുറച്ച് പ്രസാദമൊക്കെ കൊടുക്കും, പക്ഷേ ഫലം കിട്ടില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ സ്വയം അത് ചെയ്താൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാകും. അപ്പോൾ നമ്മൾ ജാതകം പരിശോധിച്ചു, നമ്മൾ ദശാപഹാരങ്ങൾ നോക്കിയിട്ട് ഒരു ഗ്രഹം ദോഷകരമായ അവസ്ഥയാണ്. അത് ശുക്രൻ തന്നെ ആകണമെന്നില്ല. 7ാം ഭാവം, അതായത് 7ാം ഭാവം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം. 7ാം ഭാവത്തിൻ്റെ അധിപൻ, 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ള ഗ്രഹങ്ങൾ, 7ാം ഭാവത്തിൻ്റെ അംശകത്തിലെ സ്ഥിതിയുടെ നാഥൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ഇതിൽ ഏറ്റവും ബലവാനായ ഗ്രഹത്തിൻ്റെ ദശാപഹാര സമയങ്ങളിലാണ് വിവാഹം നടക്കുന്നത്. അപ്പം ഏറ്റവും ബലവാനായ ഗ്രഹമെന്ന് പറയുമ്പോൾ ചിലപ്പം 35 വയസ്സാകുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിലെ ബലഹീനനായ ഗ്രഹമാണെങ്കിൽ കൂടി ആ സമയത്ത് അല്പം ഗുണക്കുറവിൽ നിൽക്കുന്ന ഗ്രഹത്തിനെ ഉപാസിച്ച് തീർച്ചയായിട്ടും തടസ്സങ്ങൾ മാറ്റുവാൻ സാധിക്കും. പക്ഷേ അതോടൊപ്പം ഇതിനെപ്പറ്റി നല്ലവണ്ണം അന്വേഷണം കൂടെ വേണം. നമ്മളൊരു വിവാഹം നടക്കുവാൻ വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. അതിന് നമ്മൾ മാട്രിമോണിയൽ അങ്ങനെയൊക്കെ പല രീതിയിൽ വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറും.
അങ്ങനെയാണ് അത്. വിവാഹ തടസ്സം ഉണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടും ജാതകത്തെ ആശ്രയിച്ചല്ല, നമ്മുടെ പല സാഹചര്യങ്ങളും കൊണ്ടുണ്ട്. അപ്പോൾ അതിനും പരിഹാരം വേണം. പ്രത്യേകിച്ച് പുരുഷന്മാർ പലരും ഈ 30 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യം ഏറ്റവും വലിയ അബദ്ധമാണ്. അതേസമയം പെൺകുട്ടികൾക്ക് ഇതൊരു വിഷയമല്ല. 29 വയസ്സുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ കൂടി ഒരു ബുദ്ധിമുട്ടില്ല വിവാഹം നടക്കുവാനായിട്ട്. അതെൻ്റെ അനുഭവത്തിൽ ധാരാളമുണ്ട്. കാരണം എങ്ങനെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടണമെന്ന് പറഞ്ഞു നടക്കുന്ന പുരുഷന്മാരുടെ അച്ഛനമ്മമാർ ഈ അടുത്ത സമയത്ത് എനിക്കുണ്ട് സകല ചെലവും അവർ വഹിച്ചിട്ട്, ഈ എറണാകുളത്ത് തന്നെയാണ്, സകല ചെലവും വഹിച്ചൊരു വിവാഹം. അത് 1 വർഷം കൂടെ താമസമുണ്ടത്. കാരണം അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരു ബസ് ബുക്ക് ചെയ്തിട്ട് ഓടിയത് വന്നാൽ മതി, ബാക്കി മുഴുവൻ ഞങ്ങൾ ചെയ്തോളാം, അങ്ങനെയെങ്കിലും മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സാഹചര്യം. മനസ്സിലായി. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ജാതകത്തിൻ്റെ ദോഷം മാത്രമല്ല, അല്ലാതെയുള്ള കാരണങ്ങളൂടെ വരുന്നുണ്ട്. സോ അപ്പോൾ ജാതകത്തിനകത്ത് വിവാഹ യോഗം ഇല്ലയെന്ന് വെച്ചോളൂ, സാറിൻ്റെ അടുത്ത് വരുന്ന ജാതകത്തിൽ അതിനെന്തായിരിക്കും പരിഹാരം കൊടുക്കാൻ പറ്റുക? വിവാഹ യോഗമില്ല എന്ന് വന്നാൽ ശരിക്കും അതിന് പരിഹാരമില്ല. കാരണം ജാതകമെന്ന് പറയുന്നത് ഈ ഒരു നിമിത്തമാണ്, ഒരു സൂചന. നമുക്ക് നമ്മുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് ഓരോ സമയങ്ങളിലും ലഭിക്കാവുന്ന ഫലത്തെപ്പറ്റിയുള്ളൊരു സൂചന. ശരിക്കും അത് അതുപോലെ സംഭവിക്കണമെന്നല്ല, അതിന് മാറ്റങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും നമ്മുടെ കർമ്മം കൊണ്ട്. എനിക്ക് 40ാമത്തെ വയസ്സിൽ ഒരു ലോട്ടറി അടിക്കാൻ ജാതകത്തിൽ യോഗമുണ്ട്. ആ സമയത്ത് ഞാൻ ലോട്ടറി എടുക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അടിക്കും? എൻ്റെ കർമ്മം വളരെ പ്രധാനമാണ്. കർമ്മം വളരെ പ്രധാനമാണ്. അപ്പം നമ്മൾ കർമ്മത്തെ ആശ്രയിച്ച ഗുണദോഷങ്ങൾ ഉണ്ടാകും. എങ്കിലും ചില ജാതകങ്ങളിൽ സന്യാസ യോഗമുണ്ട്. അതായത് ഈ പാപഗ്രഹങ്ങൾ ശുഭസ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനാണ് ദോഷമെന്ന് പറഞ്ഞത്. പാപഗ്രഹങ്ങൾ പാപസ്ഥാനത്ത് നിൽക്കുന്നത് പലപ്പോഴും 2 നെഗറ്റീവ് ചേരുമ്പോൾ ഒരു പോസിറ്റീവ് ഗുണപരമായിട്ട് വരും. അപ്പോൾ അതല്ലാണ്ട്, അതായത് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ പാപസ്വാമ്യം, പൊരുത്തത്തിൽ പാപസ്വാമ്യം നോക്കുക. ഒരു 15-20 വർഷം മുമ്പ് വരെ ശരിക്കും എത്ര പൊരുത്തമുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ടായിരുന്നുള്ളൂ. അത്രയും പൊരുത്തം 10-ൽ 5 പൊരുത്തമുണ്ടെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിന് കാരണം അന്നത്തെ കാലത്ത് ഈ ഗ്രഹനിലയൊക്കെ എഴുതി ഉണ്ടാക്കുന്ന കുറച്ച് പ്രയാസമുള്ള കാര്യമായിരുന്നു. കാരണം വളരെ ഒരു ഗ്രഹനില ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 1-2 മണിക്കൂർ വേണം. എല്ലാ സ്ഫുടങ്ങളും കൃത്യമായിട്ട് ഗണിച്ച് കണക്കാക്കി ലഗ്നസ്ഫുടവും ഗുളികസ്ഫുടവും ഗുണിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇന്ന് ഒരു ക്ലിക്കിൽ ഈ ഗ്രഹനില കിട്ടും. അപ്പം ഈ പാപസാമ്യം നോക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇന്ന് പാപസാമ്യം നോക്കുന്നു, ദശാസന്ധി ദോഷം നോക്കുന്നു, ചൊവ്വാദോഷം നോക്കുന്നു. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമാണ്. മുൻപ് നക്ഷത്രപ്പൊരുത്തം മാത്രമേ നോക്കുമായിരുന്നുള്ളൂ. അപ്പം പാപസാമ്യത്തിൽ ഈ പുരുഷൻ്റെ ജാതകത്തിൽ പാപത്വം തീരെ ഇല്ലെങ്കിൽ അതൊരു വിവാഹ സന്യാസ യോഗമാണത്. അതിന് ശരിക്കും പരിഹാരമില്ല. കാരണം ജാതകത്തിൽ ജനന സമയത്തുള്ള ഒരു കാര്യമാണ്, ഒരു പരിവ്രത യോഗമാണത്. അത് തീർച്ചയായിട്ടും വിവാഹ തടസ്സം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യോഗം സന്യാസ യോഗമാണ്. അതൊരു പക്ഷേ അങ്ങനൊരു യോഗം ശക്തമായിട്ടുണ്ടെങ്കിൽ വിവാഹം നടന്നാൽ പോലും അത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. സന്തോഷം സാർ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു വൈഡ് ടോപ്പിക്കാണ്. സാർ വളരെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുത്തു. അതായത് ഇപ്പം ഇത്രയും ഓരോ സ്റ്റെപ്സ് എടുത്തും ജാതകം നോക്കിയൊക്കെ വന്നതിന് ശേഷവും പല കേസും കൈവിട്ട് പോകുന്നുണ്ട്. പക്ഷേ ജാതകത്തിൽ വിവാഹ യോഗം ഇല്ലെങ്കിൽ തന്നെയും അതിനുള്ള പരിഹാരങ്ങളും സാർ ഓൾറെഡി പറഞ്ഞു. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും കല്യാണ തടസ്സങ്ങൾ മാറി നല്ല ബന്ധങ്ങൾ വരട്ടെ, നല്ല ചേർച്ചകൾ ഉണ്ടാകട്ടെ. സന്തോഷം. നന്ദി. നമസ്കാരം. നന്ദി. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.